ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു നാടൻ വിഭവമായ ഇടിച്ചക്ക തോരനാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഒരു ഇടിച്ചക്ക. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇടിച്ചക്ക കിട്ടുന്ന സമയമാണല്ലോ. നാട്ടിലൊക്കെ ഇടിച്ചക്ക ആയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആയിട്ടില്ല. ഇത് ഫ്രഷ് ഇടിച്ചക്കയാണ്. ഇത് ഉണ്ടാക്കാൻ തുടക്കം കുറച്ചൊരു റിസ്ക്കാണ്. ഇതിൻ്റെ മുള്ള് കളയണം. ഞാൻ ഈ രീതിയിൽ മുള്ള് കളയുന്നത് ഞാൻ കൊത്തി അരിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത രീതിയിൽ ഇടിച്ചൊക്കെ ഉണ്ടാക്കാം. പീസാക്കിയിട്ട് മേലെ ഭാഗം മുള്ള് കളയാം. ഞാൻ മൊത്തത്തിൽ എൻ്റെ മുള്ള് കളഞ്ഞ് എനിക്കിതിൻ്റെ പകുതി മതി. പകുതി നാളെ ഉണ്ടാക്കാമല്ലോ. ചെറുതാക്കി കൊത്തി അരിയണം. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെറുതാക്കി അരിഞ്ഞാൽ പിന്നീട് അത് വേവിച്ച ഇടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ വെന്തതിന് ശേഷം ഇടിക്കലാണല്ലോ, കുത്തി ശരിയാക്കൽ. ഞാനിതിൽ ഇടാൻ പോകുന്നത് മമ്പയറാണ്. മുതിര ഇടാം, ചെറുപയർ ഇടാം, പക്ഷേ ഞാനിന്ന് മമ്പയറാണ് ഇടുന്നത്. മമ്പയറാണ് എനിക്കിഷ്ടം. പിന്നെ ഇത് വേവിക്കുന്നത് മൺചട്ടിയിലാണ്. ഞാൻ മൺപാത്രത്തിലാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. കൊത്തി അരിയാൻ കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. അരിഞ്ഞതിന് ശേഷം മൺപാത്രത്തിലേക്ക് ഇട്ട് അടുപ്പത്ത് വെക്കുക. മമ്പയർ ആ സമയത്ത് കുക്കറിലിട്ടൊന്ന് വിസിൽ വരുത്തണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മഞ്ഞൾ, ഉപ്പ് എല്ലാം ചേർത്ത് വേവിക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയുള്ളിയും വറ്റൽ മുളക് കറിവേപ്പിലയിൽ വറവിടുക. വറവിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇടിച്ചക്ക തോരൻ റെഡി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.